ആദ്യം പറഞ്ഞ വളരെ സന്തോഷം, എല്ലാ ദൈവത്തിനും നന്ദി. കാരണം 30 ദിവസമാവും നിന്നായപ്പോൾ ഈ പൊരുവെയിൽ കിടന്നത് പരിഹാസവും കുത്തുവാക്കുകളും ആക്ഷേപങ്ങളും കേട്ട് ഞങ്ങൾ മനസ്സ് തളരാതെ ഞങ്ങൾ ഇവിടെ നിന്നു. ഞങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം. ഒപ്പം സ്ത്രീകൾ വിചാരിച്ചാൽ പലതും നേടാൻ കഴിയും. ഞങ്ങളുടെ സന്തോഷം ഒപ്പം സർക്കാരിനുള്ള ചുട്ട മറുപടിയാണ് കേന്ദ്രം കൊടുത്തിരിക്കുന്നത്. അത് വാക്കുകളുണ്ട് ഈ ഒരു സമയത്ത് പറഞ്ഞാൽ തീരുമില്ല. പക്ഷേ ഇവർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഞങ്ങളെ ചിന്തിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഈ പൊരുവെളുത്തരം കിടക്കേണ്ടി വരത്തില്ലായിരുന്നു. പക്ഷേ അത് ഞങ്ങളെ കാണേണ്ടുന്നവർ കണ്ടു. ഞങ്ങളെ കാണാൻ വന്ന കേന്ദ്രമന്ത്രി ഏത് പാർട്ടി ആയിക്കോട്ടെ, പക്ഷേ ആ കോരിച്ചൊരിയുന്ന മഴയത്ത് ഒരു മനുഷ്യത്വം കാണിച്ച മനുഷ്യനാണ് സുരേഷ് ഗോപി സാറ്. എന്നിട്ട് അദ്ദേഹത്തെ പോലും അപമാനിക്കുന്ന രീതിയിലാണ് തൊഴിലാളി വർഗത്തിൻ്റെ ഒരു നേതാവ് സംസാരിച്ചത്. അത് ഈ സ്ത്രീകൾ ഏത് പാർട്ടിക്ക് അതീതമായിട്ട് ഒരു സ്ത്രീയും അത് സഹിക്കൂല, പൊറുക്കൂല. അതെപ്പോഴും സ്ത്രീയുടെ മനസ്സിൽ ഒരു കനലായിട്ട് കിടക്കും. കാരണം അധ്വാനിക്കുന്ന സ്ത്രീവർഗം, അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീവർഗം ഒരു കുടുംബം പോറ്റാൻ വേണ്ടി അവിടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പലപ്പോഴും സഹിച്ചു ക്ഷമയുടെ നെല്ലിപ്പല കണ്ടാണ് ഞങ്ങളിവിടെ വന്നത്. ആ സമരം ചെയ്യുന്ന ഞങ്ങളോട് ഒരു തൊഴിലാളി സർക്കാരിലെ അനുഭാവികൾ പറഞ്ഞ ഓരോ ആക്ഷേപങ്ങളും ഞങ്ങളതെല്ലാം മനസ്സിൽ കുറിച്ച് വിഷമിച്ചിരുന്നാണ് ഞങ്ങൾ ഇത്രയും നാൾ നിന്നത്.